ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നാളെ റെയിനുവിനൊരു സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ട്, ഇനാഗ്രേഷൻ. അപ്പോൾ അവൾക്കൊരു ചെരുപ്പ് വാങ്ങണമെന്നുണ്ട്. അതിന് വേണ്ടി നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. നല്ലൊരു കാലാവസ്ഥയാണെന്ന്. റൈസ് നല്ല ഉറക്കം. ചെരുപ്പ് എടുക്കാൻ വേണ്ടി കയറിയതാണ്. ഞാൻ റൈസ് ഉറങ്ങായതുകൊണ്ടിട്ട് തന്നെ നോക്കും. ഇഷ്ടപ്പെട്ട ചെരുപ്പൊക്കെ വാങ്ങിച്ച് റെയിനുമോള് വണ്ടി കയറി, പപ്പയും കയറി. പിന്നെ അതാ റൈസുവിനെ ഇട്ട് പുന്നാരിക്കുവാണ്. റൈസ് അപ്പോഴത്തേക്ക് എണീറ്റ് ഉഷാറായി. അതിനപ്പുറത്ത് തന്നെയായിരുന്നു നമ്മുടെ മമത. അരീക്കോടുള്ളവർക്കൊക്കെ അറിയായിരിക്കും. അവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. ഷവർമ ആട്ടിയിട്ട് കുറച്ച് കാലമായിട്ടോ. എന്നാൽ പിന്നെ ഒന്ന് ഷവർമയാക്കെന്ന് ഞങ്ങളും വിചാരിച്ചു. വേഗം പോവുക, ഉറങ്ങുക. നാളെ രാവിലെ എണീറ്റ് പോവാനുള്ളതാണ്. പിറ്റേ ദിവസം മോർണിംഗ് നമ്മുടെ മുക്കത്തെ ഹൈ ലൈഫിലാണ് പരിപാടി പറഞ്ഞേക്കുന്നത്. അവിടെ ഒരു ഇത് നടക്കുന്നുണ്ട്, എന്താ പറയുക, ഒരു സ്വിമ്മിംഗ് പൂൾ ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചാടി ഉദ്ഘാടനം റെയിനുകളാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ മില്ലറ്റിൻ്റെ ഒരു ഇതൊക്കെ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയലും പല പല വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ വന്നതിനെക്കുറിച്ച് സംസാരിക്കും, കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാനും റെയിനും നല്ല പോസ്റ്റാണ്. റൈസറിനാണെങ്കിൽ ഇതാ ഓടി ചാടി പരവേശം കാണിച്ച് നടക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ എൻ്റെ പുറകെ കുറേ ഓടി നടക്കും. പിന്നെ എന്താ അങ്ങനെ കുറേ സമയം കുറേ എടുത്തതായിട്ട് ഫീൽ ചെയ്തു. അവിടുത്തെ ഒരു ഇതൊക്കെ കഴിയാൻ വേണ്ടിയിട്ട്, സംസാരമൊക്കെ കഴിയാൻ വേണ്ടിയിട്ട്. ഇതാ ഇവിടെയാണ് സ്പോട്ട്, ഇതാണ് സ്വിമ്മിംഗ് പൂൾ. അപ്പോൾ റെയിനും ഇതൊക്കെ നോക്കി നിൽക്കുകയാണ്. ഓക്ക് പിന്നെ വെള്ളം കണ്ടാലും പൂള് കണ്ടാലും പുഴ കണ്ടാലും ഭയങ്കര രസമാണ്. റൈസും ആണെങ്കിലോ കയറ് പൊട്ടിച്ച് ചാടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇപ്പം ചാടും പറഞ്ഞുകൊണ്ട്. പിന്നെ അവിടെ കുറേ ഗസ്റ്റുകൾ വന്നപ്പം അതിൻ്റെ ഇടയിൽ ഇതൊക്കെ കഴിഞ്ഞിട്ടോ, ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. പിന്നെ ആ പൂവൊക്കെ എടുത്ത്, ഗസ്റ്റിനും എടുത്ത് പൂവൊക്കെ എടുത്ത് കണ്ട് ഓളിതാ ഇങ്ങനെ നടക്കുകയാണ്. പിന്നെന്താണ്, പിന്നെ അവിടുത്തെ ഫാർമസിയുടെ സൈഡിലായിട്ട് ഇത് മില്ലറ്റിൻ്റെ കുറേ ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കുറേ നോക്കി വാങ്ങിച്ചൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ തിരിച്ച് പോരുകയാണ്. കുറേ സമയം എടുത്തിട്ട് അവിടെ തന്നെ കുറേ ടൈം പോയി. നല്ലൊരു മുഷിപ്പ് തന്നെ ആയിരുന്നു സത്യം പറയുകയാണെങ്കിൽ. പിന്നെ റൈസിൻ്റെ പുറകെയുള്ള ഓട്ടോ അല്ലേ. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഓഫീസിൽ കയറണമെന്ന് റഫീഖൊന്ന് പറഞ്ഞു, എന്താ ആവശ്യമുണ്ടെന്ന്. അങ്ങനെ നമ്മൾ ഓഫീസിൽ വന്നു. CTV ആണ്, മുക്കത്തുള്ള CTVയിലാണ് നമ്മുടെ ആളുടെ ഓഫീസ് കേട്ടോ. അപ്പോൾ അവിടെ നോക്കുമ്പോൾ അപ്പം ഉപ്പിലിട്ട നല്ല അടിപൊളി മാങ്ങ ഉണ്ടെന്ന് പറഞ്ഞ് ഒരാളെടുത്ത് തന്ന്, അവിടുത്തെ സ്റ്റാഫ് തന്നെ. അപ്പോൾ അതെടുത്ത് കഴിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബൈക്ക് എടുത്തിട്ട് ഇറങ്ങി. കാർ അവിടെ വെച്ചിട്ടോ ഓഫീസ്. ഇതിൻ്റെ തൊട്ട് പുറത്ത് വേറെ സ്ഥലത്ത് നമുക്ക് പോവാണ്ട്. അതാണ് പെട്ടെന്ന് ബൈക്ക് എടുത്ത് ഇറങ്ങിയത്. വേറെ ഒന്നുമല്ല, ഒരു ചെറിയൊരു ആളുടെ ക്ലോസ് ഫ്രണ്ടിൻ്റെ ഒരു ഹൗസ് വാമിങ് ഉണ്ട്. പുളിയുണ്ടോ കടിച്ചു നോക്കിയപ്പോൾ? ആണോ? ഇത് മറ്റേ സാധനം കേട്ടോ, നമ്മളെ സോനാപ്പപ്പടി. അതെനിക്കിഷ്ടമാണ്. ഞാൻ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. റൈസിനും ഇഷ്ടമായി. ഓനും എന്താ പുറത്ത് നോക്കി ഇങ്ങനെ എന്താ കിട്ടുന്നുണ്ടോ വിചാരിച്ച് കഴിക്കുകയാണ്. പിന്നെ തിരിച്ചു പോകുന്നത് മൂപ്പരാക്ക് എന്തൊക്കെ ഗോഷ്ടിയൊക്കെ കാണിക്കുന്നുണ്ട്. കരിമ്പ് ജ്യൂസ് കുടിക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്
ഓ ഞാൻ നോമ്പ് നോറ്റിട്ടാണ് ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ, എനിക്ക് വയ്യ. ഓക്കെ, അങ്ങനെ കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ചിട്ട് തിരിച്ച് പോരാനുള്ള പരിപാടി വെക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഈ പഞ്ഞിമുട്ടായി കഴിഞ്ഞിട്ടില്ല, അത് കുറേ കിട്ടിയിരുന്നു കേട്ടോ. പരമാവധി പ്രോത്സാഹിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ 14,000 കോടി രൂപയുടെ ദേശീയപാത പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഷുട്ടാബ് കൊണ്ട് ഉറക്കായിട്ടോ, അവന് നേരത്തെ എണീപ്പിച്ച് കൊണ്ടുവന്നതാണല്ലോ, അതിൻ്റെ ഒരു ഉറക്ക ക്ഷീണമാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഞാനിപ്പോൾ മെയിൻ പരിപാടികൾ ഹിമാലയയുടെ ഒരു കാജിൻ്റെ ഒരു പ്രൊമോഷൻ ചെയ്യാനുണ്ട് എനിക്ക്. അപ്പം യൂട്യൂബല്ലല്ലോ, ഇൻസ്റ്റേക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിന് കുറേ ഡെക്കറേഷൻ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഡെക്കറേഷനുള്ള കാര്യങ്ങൾ ഞാനിതാ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പൂവ് അന്വേഷിച്ച് പോയി അത് കിട്ടിയിട്ടില്ല. പകരം ഞാൻ പൂവിന് പകരം നമ്മുടെ ഈ മല്ലിപ്പൂ മറ്റേ മഞ്ഞ കളർ പൂവൊക്കെ ഉണ്ടല്ലോ, അതിന് പകരം ഒരു ഇതുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ കുറച്ച് കഷ്ടപ്പാടുണ്ട്, എന്നാലും ഇത് ആവശ്യമാണല്ലോ. അതുകൊണ്ടിട്ട് ഇങ്ങനെ കണ്ടീഷൻസൊക്കെ ഉണ്ടാവും, ഇന്ന ബാക്ക്ഗ്രൗണ്ട് വേണം, ഇന്ന രീതിയിലാവണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാത്ര വീണ്ടും തുടരുകയാണ് കേട്ടോ, വീണ്ടും ഒരു സ്ഥലത്ത് പോകേണ്ടതുണ്ട്. വീഡിയോ ഇച്ചിരി മടുപ്പേരായി പോകുന്നൊരു സംശയമുണ്ട് എനിക്ക്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക നിങ്ങൾ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഒന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.